അപ്പോൾ വെൽക്കം. ഞങ്ങളുടെ അടുത്ത ഫുഡ് ബ്ലോഗാണ് നമ്മൾ നിൽക്കുന്ന സ്പോട്ടാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, രവിയേട്ടൻസ് കട. എല്ലാവർക്കും അറിയായിരിക്കും എന്താണ് സ്പെഷ്യൽ എന്നൊക്കെ. ഒരുപാട് പേര് വന്ന് വ്ലോഗ് ചെയ്തതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ വകയായിട്ടൊരു വ്ലോഗും കൂടെ എല്ലാവരും അറിയിക്കാം. മഴയാണ് ഭയങ്കരമായിട്ട്, നല്ല മഴയാണ് ഗൈസ്, നല്ല മഴ. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ വിഭവങ്ങൾ, ഇവിടുത്തെ സ്പെഷ്യൽ മെനു എന്താന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ രവിയേട്ടൻ. അപ്പോൾ ഇതാണ് നമ്മുടെ രവിയേട്ടൻ. എനിക്ക് നേരത്തെ പരിചയമാണ്. നമ്മുടെ സെയിം നമ്മുടെ പഴയ വ്ളോഗിലെ മജീദ്കാരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ അതെ, വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ട്. അപ്പൊ നമുക്ക് രവിയേട്ടനോട് ചോദിച്ചാൽ എന്തൊക്കെയാണ് എവിടെ കിട്ടിയാലും മൂപ്പര് പോകും. നമ്മളെ രവിയേട്ടന്റെ കിച്ചണാണ് ഗൈസ് കാണുന്നത്. രവിയേട്ടന്റെ കിച്ചണാണ് ഗൈസ് കാണുന്നത്. ഇവിടുത്തെ മെയിൻ ഫുഡ് ഐറ്റം ആണ് പോർക്ക്. അപ്പൊ രവിയേട്ടാ, ഇതെന്താണ് സ്പെഷ്യല്? ഇത് പോർക്ക് ഫ്രൈ. പിന്നെ ഇത് എപ്പോഴാണ് പ്രിപ്പറേഷൻ തുടങ്ങുന്നൊക്കെ? ഇത് രാവിലെ തുടങ്ങും. ഒരു ദിവസം എത്ര കിലോ പോർക്ക് വരെ ഇവിടെ 200 കിലോ എടുക്കും. ഇപ്പൊ 200 കിലോ വരെ ഉണ്ട് വർക്ക് ചെയ്യും. ഇതെന്താണ് സ്പെഷ്യല്? ഇത് പോർക്ക് ചില്ലി. അടുത്തത് നമുക്ക് അത് ഗ്രേവിയാണ്. ഇത് പോർക്കിന്റെ ഗ്രേവിയാണ്. പോർക്കിന്റെ ഗ്രേവി. പിന്നെ ഇത് പോരാവുന്നുള്ളൂ. പിന്നെ പോർക്ക് ബാർബിക്യൂ. പോർക്കിന്റെ ബാർബിക്യൂ ഉണ്ട്, റിബുണ്ട്. ചൂടുള്ള പൊറോട്ട. എന്തൊക്കെയാണ് സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ? അപ്പം കപ്പ റെഡി ആയില്ല. കപ്പയാണ് അടുത്ത സ്പെഷ്യല്. കപ്പയുണ്ട്. അടുത്തത് അപ്പാണല്ലേ? നല്ല ചൂടുള്ള അപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് മഴ ആയതുകൊണ്ടാണ് തിരക്കൊക്കെ ലേശം കുറവില്ല. ഇന്ന് മഴ ആയതുകൊണ്ട് ഇന്ന് ഒക്കെ മൊത്തം ബ്ലോക്ക് അല്ലേ, എല്ലാം ബ്ലോക്ക് ആയിപ്പോയി. പെട്ടെന്ന് ബ്ലോക്ക് എന്ന് പറഞ്ഞപ്പോഴേ പറ്റും. ചോറുണ്ട്, പിന്നെ തോരൻ വെച്ചിട്ടുണ്ട്. ചോറിനുള്ള സ്പെഷ്യല് പപ്പടം, ചോറുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ സ്പെഷ്യൽ അച്ചാറുകളുണ്ട്. രവിയേട്ടന്റെ സ്പെഷ്യൽ അച്ചാറുകള്, ചമ്മന്തി ഉണ്ട്. അച്ചാറുകളാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വിഭവങ്ങള്. രവിയേട്ടാ, രാവിലെ എത്ര മണിക്കാണ് ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നത്? നമുക്ക് 9 മണിയാവും. 9 മണിയോ? ഏതെങ്കിലും ദിവസം അവധി ദിവസങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല, അവധി ഇല്ല. തെരുവുണ്ട്. ഒക്കെ മഴ കാരണം മൊത്തം കുളമായി കിടക്കും. ഇതൊക്കെ മസാല ഇട്ട് വെച്ചേക്കാണ് അല്ലേ? ഇത് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിട്ട്. മസാല ഇട്ട് റെഡിയാക്കി വെച്ചേക്കാണ് കട്ട് ചെയ്യാൻ വേണ്ടിട്ട്. ഇതൊക്കെ അരിയാൻ വേണ്ടിട്ട്. ഇല്ലല്ല, ഇങ്ങനെ പോർക്കിന്റെ കട്ട് ചെയ്യാൻ. ഇത് ഇങ്ങനെ കട്ട് ചെയ്താൽ നമുക്ക് ചില്ലി ഇപ്പൊ അവിടെ കണ്ടില്ലേ, ചില്ലിക്ക് വേണ്ടിട്ട് കട്ട് ചെയ്യുന്നു സാധനങ്ങളാ. ആയില്ല, അത് ചിക്കൻ തിളച്ചോണ്ടിരിക്കുന്നുള്ളൂ. അടുത്തത് അതും ചിക്കൻ തന്നെ. ഇതെന്താ കറി? ചിക്കന്റെ കറി. മഴ ആയതുകൊണ്ട് എല്ലാരും പെട്ടിരിക്കുകയാണ് അല്ലേ? രാവിലെ കുറെ പേരും വന്നു. എല്ലാം പോലീസുകാർ വിഷയാന്നു വിടുന്നില്ല. അവിടെ വെള്ളം കയറിയൊക്കെയാണ് വിടുന്നില്ല. സ്പെഷ്യൽ ദിവസങ്ങൾ സ്പെഷ്യൽ ആയിട്ട് ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് പിടി ഉണ്ടാവും. പിന്നെ കപ്പയുണ്ട്, ചോറുണ്ട്, എല്ലാം. കപ്പ ബിരിയാണി ഉണ്ടാവാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഞാൻ കഴിച്ചിട്ടില്ല. മുമ്പ് ഇഷ്ടംപോലെ കപ്പ ബിരിയാണി ആയിരുന്നു. കപ്പ ബിരിയാണി വെക്കില്ല. ഇപ്പൊ കുറച്ചാ? അല്ല, കപ്പ ബിരിയാണിയും പറ്റില്ല. ഇത് നമുക്ക് കപ്പ ഉണ്ടല്ലോ, കപ്പയും ഫ്രൈയും അങ്ങനെ ചോറ് എല്ലാം ഉണ്ടല്ലോ, അപ്പം ഉണ്ട്. എന്നാൽ നമുക്കിനി അങ്ങോട്ട് പോകാം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഓർഗന്റെ ചില്ലി. അതെ, ആ ചില്ലി കട്ട് ഇതിന് വറുത്ത് നല്ല ചൂടാ അവിടെ. അത് പൊറോട്ട കല്ലാണ് കാണുന്നത്. പൊറോട്ടക്കല്ല് ഗ്യാസ് അല്ല കേട്ടോ, ഇത് വിറകിന്റെ. ഇത് വേറെ സ്പെഷ്യൽ മോഡലാ. അത് എങ്ങനെ എന്താ അറിയോ, അപ്പുറ സൈഡിൽ നിന്ന് തീ കൊടുക്കാം. നമുക്ക് ഈ സൈഡിൽ ചൂടുണ്ടാവില്ല, പുകയുണ്ടാവില്ല, തീയുണ്ടാവില്ല, ഒന്നുമല്ല. നമുക്ക് ഇവിടെ നിന്നിട്ട് എന്തെങ്കിലും ചെയ്യാം.
കുഴലൊക്കെ ഇപ്പൊ എങ്ങനെ സെറ്റ് ചെയ്തിരുന്നത് പുഴയപ്പുറം ആഴ്ചയില് ഒന്നല്ല അതല്ലേ അല്ല ഇതല്ലോ പറയാ ഇങ്ങനല്ലേ മോഡലാണ് ഇത് നമ്മള് കട തുടങ്ങിയ സമയം മുതലേ ഉള്ളതാണ്. ഇല്ലില്ല അതിനെപ്പാട് ഞാൻ പരിപാടി പുകയില്ലാത്ത അടുപ്പിന്റെ സിസ്റ്റം ആണല്ലേ? ആ. അവിടുത്തെ അങ്ങനെ കത്തിയിട്ട് നേരെ അതിന്റെ ഉള്ളിൽ കൂടെ ക്രോസ് ആയി പോയിക്കോളും. വേറൊരു മോഡൽ പുതിയ സിസ്റ്റം ആണ്. നമുക്ക് അവിടെ ഒന്നും ഉണ്ടാവില്ല. ഇത് രവിയുടെ ഐഡിയ? നമ്മുടെ ഐഡിയ സ്വന്തം ഐഡിയ. നമ്മുടെ ഐഡിയ പെട്ടെന്ന് തോന്നി. മറ്റേ ഗ്യാസ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കണ്ടേ? ഇത് വേണ്ട, ഒരു ദിവസം പറയാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം വരെ വലിയൊരു പീസ് ഇറങ്ങി വെച്ചാൽ അവിടെ ഇരുന്നോളും. അവിടെ ഇരുന്നു വൈകുന്നേരം വരെ നമുക്ക് കിട്ടും. പിന്നെ ഗ്യാസിന്റെ പകുതി പൈസ കാണിച്ചു, നല്ലൊന്നും പൈസ ഒന്നുമില്ല. വലിയ അടുപ്പുകൾ തന്നെ 1, 2, 3, 4, 5, 6, 7, 8 എണ്ണം. എട്ടൊന്നല്ല കുറെ അടുപ്പുണ്ട്. അടുത്ത കല്ലിലേക്ക് വരാനുള്ള അതിപ്പോ വയ്ക്കും കഴിയുമ്പോഴത്തേക്കും കല്ലേ കയറും. വയ്ക്കാം നമ്മള്. അടുത്ത കറികളുടെ ഗ്രേവിയാണ്. അടുത്ത കറിയിലുള്ള തേങ്ങക്കൊത്ത് ഉള്ളിക്കൊത്തൊക്കെ ഇവിടെ റെഡി ആയിരിപ്പുണ്ട്. മസാല സ്പെഷ്യൽ മസാല കേട്ടോ അതൊക്കെ. പിന്നെ രവിയോട് ചോദിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് നേരത്തെ അറിയാം, പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് അടുപ്പുകളുണ്ടോ? 1, 2, ഞാൻ അപ്പുറത്ത് 3, നമ്മൾ പിന്നെ അപ്പുറത്ത് കണ്ടായിരുന്നു. ഇതൊക്കെ ഇതിന്റെ വേറെ ഹെയർ കൊടുക്കുന്ന തന്നെ. രാവിലെ എത്ര മണിക്ക് പണി തുടങ്ങി കേട്ടോ എല്ലാവരും കൂടെ? രാവിലെ തുടങ്ങും, ഒരു 7 മണിയാകുമ്പോൾ തുടങ്ങും. 7 മണിയാകുമ്പോ 8 മണിയാകുമ്പോൾ പരിപാടിയാണ്. റോക്കറ്റ് അല്ലേ? റോക്കറ്റ് അടുപ്പ്. അതാണ് റോക്കറ്റ്. ഇത് റോക്കറ്റ്. ഞാൻ അടുപ്പും കൂടെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞ അടുപ്പ്, അതാണ് റോക്കറ്റ് അടുപ്പ്. ഈ റോക്കറ്റ് അടുപ്പ് കാണാത്തുണ്ടെങ്കിൽ റോക്കറ്റ് അടുപ്പ് കണ്ടേരെ. എല്ലാ സംഭവം ഉണ്ട് ഇവിടെ. ഏറ്റവും നല്ല ഇതേട്ടോ, നമുക്ക് വെള്ളം ചൂടാക്കാം, എല്ലാം ചെയ്യാം. നല്ല അടിപൊളി സാധനം. ഈ അടുപ്പിന്റെ മേലെ എന്ത് വെച്ചാൽ ഇങ്ങനെ എപ്പോഴും ഫുൾ ടൈം ചൂടായിക്കൊണ്ടിരിക്കുവേ. നല്ല വെള്ളം തിളച്ചോണ്ടിരിക്കുന്നു. ഇതെല്ലാം വളർച്ചയാണ് കേൾക്കുന്നത്. തളിച്ചുകൊണ്ടിരിക്കണോ? ചായന്റെ ആണെങ്കിൽ ഇങ്ങനെ വെച്ചു കൊടുത്താൽ ചായന്റെ വെള്ളം ഇങ്ങനെ വെച്ചൊക്കെ പെട്ടെന്ന് തളിച്ചു കിട്ടും. ഇവിടെ മൊത്തം ഒരു പൊട്ടിത്തെറിയാണ്. ഇവിടെ ചൂടാ, ഭയങ്കര ചൂടാ. മഴയായിട്ട് ഇത്രയും ചൂട്. വേനൽക്കാലാണ് ഇവിടെ നിൽക്കാൻ പറ്റില്ല. പൊട്ടിച്ചെട്ടാണ്. അതിന് നമുക്ക് ബസ്സേക്ക് പോവാം. രവിയുടെ ഈ സ്ഥലത്തിന്റെ പേര് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്ക്. കുളകപ്പാറ AK ജംഗ്ഷൻ. കുളകപ്പാറ AK ജംഗ്ഷൻ. അതായത് മീനങ്ങാട് ബത്തേരി റോഡിന്റെ ഇടയ്ക്ക് കുറച്ച് ഉള്ളിലേക്ക് വരുമ്പോൾ വഴിയാണ്. എത്ര കിലോമീറ്റർ ഉള്ളിലേക്ക് വരണം? 1 കിലോമീറ്റർ. സ്കൂൾ റോഡ്, കുളകപ്പാറ സ്കൂൾ റോഡിന് 1 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നതിനാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇവിടുത്തെ ഫുഡ് വന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ മറക്കണ്ട. ഇവിടെ പിന്നെ എനിക്ക് നേരത്തെ വലിയ കടയാണ്, നമ്മൾ പഴയ പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റാണ്. ഫുഡുകൾക്കൊക്കെ അടിപൊളിയാണ്. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ കട, രവിയേട്ടന്റെ കട. നമ്മൾ വരുന്ന വഴി ഇതാണ്, മെയിൻ ഹൈവേ എന്നാണെങ്കിൽ അതാണ് ഈസി. ഇതിലേക്ക് വരാം. അത് വഴി ലേശം ചുറ്റിക്കെട്ടാണ്. പുതുതായിട്ട് വരുന്നവർക്ക് ഏറ്റവും വരാനുള്ള എളുപ്പവഴി അതാണ് കേട്ടോ. നമ്മുടെ കിച്ചണിലേക്കുള്ള കപ്പയൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കിച്ചണിലേക്കുള്ള സാധനമാണ് കേട്ടോ. നമ്മുടെ ക്വാണ്ടിറ്റി കൂടിയതായതുകൊണ്ട് എല്ലാം ക്വാണ്ടിറ്റി തന്നെ വെച്ചിട്ടുണ്ട്. അവിടെ ഉണ്ട് ഇഞ്ചി പച്ചമുളകൊക്കെ പുറത്ത് എടുത്തോ. നമ്മുടെ എല്ലാം കട്ട് ചെയ്തെടുക്കുന്ന സ്ഥലം അല്ലേ? എല്ലാം കട്ട് ചെയ്യുന്നത്. അതൊരു ചെറിയൊരു ഇറച്ചിപ്പേര ലുക്ക് തന്നെയാണ്. ഇതാ നല്ല വലിയ മുട്ടി വരെ ഉണ്ട് ഇവിടെ. ഇതാ നല്ല ഇറച്ചിയാണ് വാങ്ങുക. ഫ്രഷ് ഇറച്ചിയല്ല എടുക്കുന്നത്. എടുത്തിട്ട് വെട്ടാനുള്ള എല്ലാ സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നല്ല ഫ്രഷ് പീസാണ്. ഈ പീസുകളാണ് നമ്മൾ കൊത്താക്കുന്നല്ലേ? അതെ, കൊത്താക്കിയിരുന്നു. നമുക്ക് രാവിലെ 9 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി 8 മണി വരെ. അപ്പം ഇതാണ് രവിയേട്ടനും രവിയേട്ടന്റെ കടയും ഇവിടുത്തെ വിഭവങ്ങളും. അപ്പം പിന്നെ എല്ലാവരും വരിക, കഴിക്കുക. നല്ല കിടുക്കാച്ചി ഫുഡാണ് ഇവിടുത്തെ ഫുഡും കാര്യങ്ങളെല്ലാം. പിന്നെ രവിയുടെ അങ്ങോട്ടേക്ക് വരാനുള്ള വേറെ ഏതെങ്കിലും വഴികൾ? അത് ഞാൻ പറഞ്ഞു. പാരിപ്പാലം പടവിൽ നിന്ന് നേരെ ഇത് പാരിപ്പാലത്ത് നിന്ന് വരും. ഓക്കെ. ഈ റോഡ് നേരെ പാരിപ്പാലം മറ്റേ നമ്പിസങ്ങാല മീനാക്ഷി റോഡ്. ഓക്കെ.
അയലമ്പുര. പിന്നെ ഇത് നേരെ കുളവപ്പാറ. ഇത് കുളവപ്പാറ അങ്ങനെ കുളവപ്പാറയ്ക്ക് ഇങ്ങനെ ഇതിലെ വരാം മോനെ. എല്ലാ റോഡും ഏതാണ്ട് ഒരേപോലെ തന്നെ ആയിരിക്കും അല്ലേ? അല്ല വലിയ കുഴപ്പമില്ല, അതേപോലെ തന്നെ. അപ്പം ഇവിടുന്ന് ഭക്ഷണം കഴിച്ചവര് തീർച്ചയായിട്ടും ഇതിന്റെ താഴെ കമന്റ് ചെയ്യണം, അഭിപ്രായം നിർബന്ധമായിട്ട് രേഖപ്പെടുത്തണം. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഓക്കെ രവിയേട്ടാ.